ലോകമെമ്പാടും ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ ആകർഷിച്ച ജീസസ് സിനിമയുടെ നിർമ്മാതാക്കൾ ക്രിസ്തുവിൻ്റെ പുതിയൊരു സിനിമയൊരുക്കുന്നതായി റിപ്പോർട്ടുകൾ. ആനിമേഷൻ പ്ലാറ്റ്ഫോമിൽ ഒരുക്കുന്ന ചിത്രം 2025 തിയേറ്ററുകളിൽ എത്തുമെന്ന് ജീസസ് ഫിലിം പ്രൊജക്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോഷ് ന്യൂവെൽ പറഞ്ഞു. പുതുതലമുറയ്ക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയുന്നതിനാലാണ് ആനിമേഷൻ സിനിമ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1979 പുറത്തിറങ്ങിയ ജീസസ് സിനിമ 2000-ലധികം ഭാഷകളിലായി കോടിക്കണക്കിന് പ്രേക്ഷകരിലേക്കാണ് എത്തിച്ചേർന്നത്. വിശുദ്ധ ബൈബിളിലെ ലൂക്കായുടെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സ്വവർഗ ദമ്പതികൾക്ക് അനുഗ്രഹം നൽകുന്ന വത്തിക്കാന്റെ തീരുമാനം ശരിയായി മനസ്സിലാക്കാത്തതിനാൽ പല കോണുകളിൽ നിന്നും തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും വത്തിക്കാനിലെ ഡോക്ടറിനൽ ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾക്ക് മാറ്റമില്ലെന്നും ആവർത്തിച്ച് വ്യക്തമാക്കി ഫ്രാൻസിസ് പാപ്പ. ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. ഡിസംബർ 18-ാം തീയതിയിലെ പ്രഖ്യാപനത്തിന് ശേഷം ഈ വിഷയത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ പരസ്യമായ അഭിപ്രായ പ്രകടനമാണ് ഇത്. കുറ്റക്കാരിയല്ല എന്ന് കോടതി വിധിച്ചിട്ടും എംപിക്കെതിരെയുള്ള നിയമ പോരാട്ടം അവസാനിക്കുന്നില്ലെന്ന് പരാതി. ബൈബിൾ വാക്യങ്ങൾ ഷെയർ ചെയ്തു എന്ന കുറ്റം ആരോപിക്കപ്പെട്ട ഫിനിഷ് MP പൈവി റസാനയ്ക്കെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ പ്രോസിക്യൂട്ടർമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു റേഡിയോ ഷോയിലെയും ഒരു പള്ളി ലഘുരേഖയിലെയും അഭിപ്രായങ്ങൾക്കൊപ്പം റോമാലേഖനത്തിൽ സ്വവർഗബന്ധം തെറ്റാണെന്ന് പ്രതിപാദിക്കുന്ന ബൈബിൾ വാക്യം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതാണ് ക്രിസ്ത്യാനിയായ ഈ രാഷ്ട്രീയക്കാരിയെ കുറ്റക്കാരിയാക്കിയത്. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ മാർ റാഫേൽ തട്ടിൽ പിതാവിന് ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക സ്വീകരണം. ജനുവരി 18-ന് സ്വീകരണം നൽകും. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ഫെറോന ദേവാലയത്തിൻ്റെ കൂദാശയും ഈ ദേവാലയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമായി ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനവും മാർ റാഫേൽ തട്ടിൽ നിർവഹിക്കും. വ്യാജ മതനിന്ദ ആരോപണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ ക്രൈസ്തവ വിശ്വാസിയായ സ്ത്രീക്ക് നേരെ ഭീഷണികൾ ഉയർന്നു. മതനിന്ദ ആരോപണത്തെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്ത മുസാറത്ത് ബീബി എന്ന സ്ത്രീയെയാണ് തീവ്ര ഇസ്ലാമിക വിശ്വാസികൾ ഭീഷണിയുമായി ബുദ്ധിമുട്ടിക്കുന്നത്. പഞ്ചാബ് പ്രവിശ്യയിലെ പാക് പട്ടാൻ ജില്ലയിലെ അരിഫ്വാല തഹസിൽ 66 EB ഗ്രാമത്തിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നു മുസാറത്ത് ബീബി. സ്റ്റോർ റൂം വൃത്തിയാക്കുന്നതിനിടെ ഖുറാനെ അവഹേളിച്ചു എന്നാരോപിച്ച് മറ്റൊരു സ്റ്റാഫ് നൽകിയ പരാതിയിലാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ കുറ്റം തെളിയിക്കുവാൻ സാധിക്കാത്തതിനെ തുടർന്ന് മുസറത്ത് ബീബി മോചിതയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം തന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ബീബി പറയുന്നു. ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിൽ സ്ഥിതി ചെയ്യുന്ന കറുത്ത നസ്രായന്റെ ബസിലിക്ക ദേശീയ തീർത്ഥാടന ദേവാലയമായി ഉയർത്തപ്പെട്ടു. കറുത്ത നസ്രായൻ എന്നറിയപ്പെടുന്ന യേശുവിന്റെ പ്രശസ്തമായ രൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിൽ ഈ വർഷം 6 ദശലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുത്തിരുന്നു. കൊളംബിയയിലെ ചോക്കോ മേഖലയിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ ഇരകൾക്ക് അനുശോചനവും പിന്തുണയും അറിയിച്ച് ഫ്രാൻസിസ് പാപ്പ. ദുരന്തത്തിൽ ഇരകളായവരോട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ഇറ്റാലിയൻ സർക്കാരിൻ്റെ കീഴിലുള്ള നിർമ്മിത ബുദ്ധി സമിതിയുടെ പ്രസിഡന്റായി ഫ്രാൻസിസ്കൻ സന്യാസിയായ പാവാളോ ബെനാൻഡറിയെ തിരഞ്ഞെടുത്തു. UN ആലോചനാ സമിതിയുടെ AI വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏക ഇറ്റാലിയൻ സ്വദേശി കൂടിയാണ് അദ്ദേഹം. 3 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് മാമോദിസ നൽകിയതുൾപ്പെടെ രാജ്യത്തെ കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർ ബുക്ക് പുറത്തിറക്കി പോളണ്ട്. കമ്മ്യൂണിസത്തിന്റെ അടിച്ചമർത്തലിന് കീഴിലുള്ള പോളണ്ടിലെ കത്തോലിക്ക സമൂഹത്തിന്റെ സ്ഥിതിവിവര കണക്കുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. 2022 പോളണ്ടിൽ കത്തോലിക്കരായി ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ 3,02,200 ആളുകളാണ്. ഇത് രാജ്യത്തെ ജനനനിരക്കിന്റെ 98% വരും. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 88% കത്തോലിക്ക വിശ്വാസികളാണ്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.